നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം ദൈവത്തെ കബളിപ്പിക്കാൻ ഒരു മനുഷ്യന്റെയും ബുദ്ധി പോരാ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാനൊരിക്കൽ ഒരാള് സംസാരിക്കുന്ന എൻ്റെ കാതുകൊണ്ട് കേട്ടതാ. നിന്റെ സൂത്രപ്പണിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല മോനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 6-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർക്ക് വ്യാമോഹം വേണ്ട, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. അത് മനുഷ്യരോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. എന്നിട്ട് അവിടെ പറയുകയാണ്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യേണ്ടി വരും. ജഡത്തിനായി വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്നും നാശം കൊയ്യേണ്ടി വരും. ആത്മാവിനായി വിതച്ചാൽ ആത്മാവിൽ നിന്നും നിത്യജീവൻ കൊയ്തെടുക്കാം. ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച പല വ്യക്തികളെയും ദൈവം പരാജയപ്പെടുത്തിയ സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു സംഭവം വിശുദ്ധ അന്തോണീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ട സാധനം കണ്ടുകിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ഐതിഹ്യം അതിൻ്റെ പിന്നിലുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗ നോട്ട്, അതുപോലെ തന്നെ പ്രാർത്ഥനാ പുസ്തകം അതാരോ അടിച്ചു മാറ്റി. അദ്ദേഹത്തിന് വളരെ വിഷമായി. അദ്ദേഹം തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ സംഭവിച്ചത്, ഒരേ ഐതിഹ്യം പറയുന്നത്, ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരു മാലാഖ ഈ നോട്ടെടുത്ത് മാറ്റിയ, ഈ പുസ്തകം മാറ്റിയ വ്യക്തിയുടെ നേരെ ചെന്നു. അവർ പേടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അന്തോണിക്ക് തിരിച്ചു കൊടുത്തു. മറ്റൊരു ഒന്ന് പറയുന്നത്, അന്തോണീസിനെ അവർക്കിങ്ങനെ ദർശനത്തിൽ കാണാൻ പറ്റി. പറയേണ്ടി കഴിഞ്ഞപ്പോഴേ അവർ ഭയപ്പെട്ട് സോറി പറഞ്ഞ് ആ ഒരു നോട്ട് തിരിച്ചു കൊടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത്, മനുഷ്യന്റെ ബുദ്ധി ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പോകത്തില്ല. എത്ര സാമർഥ്യം, എത്ര ബുദ്ധിയുള്ള വ്യക്തികളാണെങ്കിലും ദൈവത്തിന്റെ ആ ഒരു ശക്തിയുടെ മുമ്പിൽ, ജ്ഞാനത്തിന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37, 18-ാം അധ്യായത്തിന്റെ 27 വായിച്ച ഒരേ സന്ദേശമാണ്. ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമാണോ? അല്ല എന്നുള്ളതാണ് ആ വചന സന്ദേശം നമുക്ക് തരുന്നത്. പറയുന്നുണ്ട്, ഈ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചാണ് നാം നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടത്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ തിരിച്ചറിയാം. ഒന്നാമത്തെ കാര്യം, ദൈവം മനുഷ്യനല്ല, മഹോന്നത ദൈവമാണ്. വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനല്ല, നമ്മൾ ദൈവമല്ല. പറയുന്നുണ്ട്, നാം മനുഷ്യരാണെന്നും ദൈവം ദൈവമാണെന്നുള്ള ആ ഒരു വേർതിരിച്ച് കാണാനുള്ള വിവേകം നമുക്കുണ്ടാകണം. സംഖ്യ 23-19 നമ്മൾ വായിക്കുന്നുണ്ട്, വ്യാജം പറയാൻ അവിടുന്ന് മനുഷ്യനല്ല. മനുഷ്യര് വ്യാജം പറഞ്ഞേക്കാം, ദൈവത്തിന് പറയാൻ പറ്റില്ല. 1 കൊരിന്തോസ് 2-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. വലിയ ബുദ്ധിമാന്മാരെ അല്ല കർത്താവ് തിരഞ്ഞെടുത്തത്. അത് 1 കൊരിന്തോസ് 1-ാം അധ്യായവും 2-ാം അധ്യായവും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നിസാരരെ കർത്താവ് തിരഞ്ഞെടുത്തു, എന്നിട്ട് അവരെ അഭിഷേകം ചെയ്തു. എന്തിനാ? ബുദ്ധിമാന്മാരെ പോലും അതിശയിപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ. പറയുന്നുണ്ട്, ദൈവത്തിന്റെ ജ്ഞാനത്തിന് മുമ്പിൽ നമ്മുടെ കൂർമ്മ ബുദ്ധി ഒന്നും വിലപ്പോകില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. രണ്ടാമതൊരു കാര്യം, ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, ദൈവം സർവശക്തനും സർവജ്ഞാനിയുമാണ്. ഈ 2 കാര്യങ്ങളും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, യൂദിത്ത് 16-15 വായിച്ചാൽ, ദൈവത്തിന്റെ മുമ്പിൽ പാറ പോലും മെഴുകുപോലെ ഉരുകും. അപ്പോൾ ആ ദൈവത്തിന്റെ ശക്തി എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെഹേമിയ 9:32, ജോബ് 36-26, ഈ 2 വചനഭാഗങ്ങൾ പറയുന്നത്, ദൈവം മഹോന്നത ദൈവം, സുപ്രീം ഗോഡ്. പറയുന്നുണ്ട്, നമ്മളെക്കാളൊക്കെ ഒരുപാട് ഉയർന്നു നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നാം തിരിച്ചറിയണം. പ്രഭാഷകൻ 42-20 നമ്മൾ കാണുകയാണ്, ഒരു ചിന്തയും ദൈവത്തിന് അജ്ഞാതമല്ല, ഒരു വാക്കും ദൈവം കേൾക്കാതെ പോകില്ല. ഞാൻ ഏത് ഗുഹയെ കയറി, എത്ര പ്രൈവസി ഉള്ള സ്ഥലത്തിരുന്ന് ഞാൻ ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത് ദൈവം അറിഞ്ഞിരിക്കും. സങ്കീർത്തനം 139 പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഞാൻ മലമുകളിൽ കയറിയാലും ആകാശത്ത് കിടക്ക വിരിച്ചാലും ആഴിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിയാലും അങ്ങ് അവിടെയുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ലൂക്കാ 9:46, 22-24 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ അറിവ്. ശിഷ്യന്മാര് അവരുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്തായിരുന്നു? അവർ മിണ്ടിയില്ല. കാരണം അവർ ഡിസ്കസ് ചെയ്തത് അവരിൽ ആരാണ് വലിയവൻ, ആ കാര്യം പോലും തിരിച്ചറിഞ്ഞിട്ട് അവരെ കറക്റ്റ് ചെയ്യുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. മത്തായി 17-27 എടുത്താൽ, പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ പോയി കടലിൽ ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മീൻ അതിൻ്റെ വാ തുറന്ന് നോക്കുക, ചികളയ്ക്കിടയിൽ ഒരു നാണയം ഇരിപ്പുണ്ടായിരിക്കും, അതെടുത്ത് ടാക്സ് കൊടുത്തോളെ. ഓക്കെ, അത്രയും മത്സ്യങ്ങൾ കടലിലുണ്ടായിട്ട് ആദ്യം വന്ന് കൊത്താൻ പോകുന്ന ഏതാണ്, അതിൻ്റെ വായിലിരിക്കുന്ന സാധനം, ഇതെല്ലാം അറിഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ദൈവം യേശു ക്രിസ്തു. പറയുന്നുണ്ട്, ഈ ദൈവത്തെ അളക്കാനോ ഈ ദൈവത്തെ ചോദ്യം ചെയ്യാനോ അല്ല നമ്മൾ പോകേണ്ടത്. ആ ദൈവത്തെ നമുക്ക് ആർക്കും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. എളിമയോടെ ദൈവത്തിന് മുമ്പിൽ നിന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തും. നമുക്കൊരു 8 അടയാളങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ദൈവവചനത്തിൽ. ദൈവത്തെ പരാജയപ്പെടുത്താൻ, കബളിപ്പിക്കാൻ മനുഷ്യന്റെ ബുദ്ധി പോരാ എന്ന് വിളിച്ചു പറയുന്ന വചനങ്ങൾ.
ഒന്നാമത്തേത് 2 ദിനവൃത്താന്തം 32 നമുക്കറിയാലോ, സെന്നക്കെരീബ് അവൻ ഒരു ദൈവത്തിനും എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് ഇസ്രായേൽക്കാരോട് പറഞ്ഞവനാ. നമ്മൾ കാണുന്നു, ദൈവം ഒരു ദൂതനെ അയച്ചിട്ട് ഒരു രാത്രി തന്നെ 1,85,000 ഭടന്മാരെ വധിച്ചു. സെന്നക്കെരീബിന്റെ മക്കളിൽ ഒരാൾ വന്ന് സെന്നക്കെരീബിന്റെ തലവെട്ടി മാറ്റി. അങ്ങനെ അവൻ വട്ടപൂജ്യമായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. വലിയ ബുദ്ധി സാമർഥ്യം ഉണ്ടായിരുന്നിട്ട്. രണ്ടാമത്തേതാണ് 2 ദിനവൃത്താന്തം 18-ാം അധ്യായം. ആഹാബും യഹോഷാഫാത്തും റാമോത്ത് ഗിലിയാദിനെതിരെ യുദ്ധത്തിന് പോകുന്ന കാണാൻ പറ്റും. ആഹാബ് ബുദ്ധിപൂർവ്വം നീങ്ങി യഹോഷാഫാത്തിനെ പൊരിഞ്ഞ് യുദ്ധം നടക്കുന്നിടത്തേക്ക് അവനെ നിയോഗിച്ചു. ഇവൻ ഒരു രഥത്തിൽ ദൂരെ മാറി നിന്നാണ്. എന്നിട്ടും യഹോഷാഫാത്തിന്റെ ജീവൻ ദൈവം സംരക്ഷിച്ചു. ആഹാബിന്റെ ജീവൻ എടുക്കപ്പെട്ടു. ആരോ യാദൃച്ഛികമായി വിട്ട ഒരു അമ്പ് ചെന്ന് അവന്റെ പടച്ചട്ടയുടെ ജോയിന്റിൽ കൊണ്ടിട്ട് അത് അവന്റെ ഹൃദയം ഭേദിച്ച് രക്തം വാർന്ന് അവൻ മരിക്കുന്നത് കാണാൻ പറ്റും. ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചിട്ട് എവിടെ എത്തിയേ? മൂന്നാമതൊരു രംഗം കാണാൻ പറ്റും. ലൂക്ക 5:17 മുതൽ വായിക്കുമ്പോൾ ഒരു തളർവാദ രോഗിയെ യേശു സുഖപ്പെടുത്തുന്നത്. ആദ്യം അവന്റെ പാപം ക്ഷമിച്ചു. അത് കേട്ടിട്ട് ചില ഫരിസേയർ പറഞ്ഞു, ഇവൻ ആരാണ് പാപം മോചിക്കുക? ഇവൻ പറയുന്നത് ദൈവദൂഷണമാണ്. പിന്നീട് അവരുടെ വായടപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന യേശുവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് നമ്മൾ കാണുന്നുണ്ട്. 4-ാമത്തെ ഒരു തെളിവാണ് യോഹന്നാൻ 8 നമ്മൾ കാണുക. വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് ഏതാനും വ്യക്തികൾ വന്നു ദുരുദ്ദേശത്തോടെ. യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അവളെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. അവരുടെയും വായടയ്ക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും. അവൻ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയുക. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരെല്ലാം അവിടുന്ന് വിട്ടുപോകുന്നതാണ് നമ്മൾ കാണുക. 5-ാമത്തെ തെളിവാണ് മർക്കോസ് 11:27. ഫരിസേയര് യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്ത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത്? അവൻ തിരിച്ച് പറഞ്ഞത്, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. സ്നാപക യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? അതിന് മറുപടി പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അവരാരും വേണ്ടിയില്ല. അവർ ഏത് രീതിയിൽ പറഞ്ഞാലും അത് അവർക്ക് പ്രശ്നമാകും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരെ വായടപ്പിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 6-ാമത്തെ തെളിവ് മത്തായി 22:26 കാണുന്നുണ്ട്. പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം. ഒരുവൾ 7 പേരുടെ ഭാര്യയായിരുന്നു. 7 പേർ അവളെ ഭാര്യയാക്കി. 7 പേരും സന്താനരഹിതരായിട്ട് മരിച്ചു. ആ സ്ത്രീയും മരിച്ചു. ഇനി പുനരുത്ഥാനത്തിൽ ഇവരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവരെയും വായടയ്ക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുക. 7-ാമത്തെ ഒരു തെളിവാണ് മർക്കോസ് 12:14 നമ്മൾ കാണുക. സീസറിന് നികുതി കൊടുക്കണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് ഒരു നാണയം കാണിക്കാൻ പറഞ്ഞിട്ട് ആരുടെ രൂപമാണെന്ന് ചോദിച്ചു? സീസറിൻ്റെ. അങ്ങനെയെങ്കിൽ സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അവസാനത്തെ 8-ാമത്തെ തെളിവാണ് മത്തായി 22:46 മർക്കോസ് 12:34 വായിച്ചാൽ നമ്മൾ കാണുക. പലരും അവനെ കൊടുക്കാൻ പല ചോദ്യങ്ങളും ചോദിച്ചു. അവൻ്റെ മറുപടി കേട്ടിട്ട് അവർക്ക് മനസ്സിലായി ഇവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. പിന്നീട് അവനോട് ഒരു ചോദ്യവും ചോദിക്കാൻ അവർ ധൈര്യപ്പെട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബോധ്യത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത്, ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.